ഒരിക്കലും തിരുവനന്തപുരത്തെ വേലിക്കകത്തെ വീട്ടിലേക്ക് VS മടങ്ങി വരില്ല. VSന്റെ ഓർമ്മകൾ ബാക്കിയാക്കി VS മടങ്ങുകയാണ്. ദർബാർ ഹാളിലേക്ക് VSന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകുന്നു. ഒരു വിലാപയാത്ര എന്ന വണ്ണം പാർട്ടി സഖാക്കളും പ്രവർത്തകരും ഈ ആംബുലൻസിനെ അനുഗമിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. തമ്പുരാൻമുക്കിലുള്ള വസതിയിൽ നിന്ന് ദർബാർ ഹാളിലേക്കാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുണ്ട്, ഒപ്പം പാർട്ടി പ്രവർത്തകരുണ്ട്. ഒരു വലിയ വിലാപയാത്രയായി ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് VS അച്യുതാനന്ദനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ VS അച്യുതാനന്ദനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ദർബാർ ഹാളിലേക്ക് എത്തും. കൃത്യം 9 മണിക്കാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ ജീവിതത്തിൽ എന്ന വണ്ണം ഈ മടക്കയാത്രയിലും കൃത്യമായി സമയനിഷ്ഠ പാലിച്ചു വരുന്നു. ഇനി ഇത് കാണാനെത്തുന്ന പ്രേക്ഷകരുടെ കൈകളിലാണ്. രാവിലെ 9 മണി മുതൽ 2:30 മണി വരെ ദർബാർ ഹാളിൽ, അതിനുശേഷം ആലപ്പുഴയിലേക്ക് വിലാപയാത്ര, അതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്നും VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ദർബാർ ഹാളിലേക്ക് പോകുന്നു. VSനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്നും തമ്പുരാൻമുക്കിലുള്ള വീട്ടിൽ നിന്നും ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് മടങ്ങുകയാണ്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന മനുഷ്യര്, ഒരു ജനസാഗരമായി എത്തി നിൽക്കുന്ന മനുഷ്യരുടെ കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ. ഡ്രോൺ ഇവിടെ ഇപ്പോഴുമുണ്ട് ആ മുദ്രാവാക്യം, VS മരിച്ചിട്ടില്ല, VS നമ്മളിലൂടെ ജീവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് VSന്റെ പ്രിയപ്പെട്ടവർ VSനെ യാത്രയയക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന നിമിഷം മുതൽ തന്നെ ആ നിമിഷം, ഇന്നലെ കേട്ട അതേ മന്ത്രം ഇന്നും VSനെ സ്നേഹിക്കുന്നവർ ആവർത്തിച്ച് ഉരുക്കഴിക്കുന്നതാണ്. VSനെ സ്നേഹിക്കുന്ന മനുഷ്യര് കണ്ണേ കരളെ VS എന്ന് ആവർത്തിച്ച് വിളിക്കുന്നതാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് VSനെയും വഹിച്ചു കൊണ്ടുപോകുന്ന ആംബുലൻസിലുണ്ട്. മുഷ്ടി ചുരുട്ടി അവർ ഉറക്കെ വിളിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, VSനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് നീങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തമ്പുരാൻമുക്കിലെ വേലിക്കകത്ത് വീട്ടിൽ നിന്നും VSനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം VSനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ദർബാർ ഹാളിലേക്ക് നീങ്ങുകയാണ്. വളരെ സാവധാനമാണ് നീങ്ങുന്നത്. വഴിയരികിലൊക്കെ പ്രവർത്തകരും സഖാക്കളും കാത്തുനിൽപ്പുണ്ട്. VSനെ ഒരു നോക്ക് കാണാൻ ദർബാർ ഹാളിലേക്ക് ഒരു വലിയ ക്യൂ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. സഖാവ് VSന് അന്ത്യയാത്രാമൊഴി നേരുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. VSനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വളരെ സാവധാനം ദർബാർ ഹാളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യസമയത്തു തന്നെ VSനെ വീട്ടിൽ നിന്നും ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. 9 മണിക്കാണ് പൊതുദർശനം ആരംഭിക്കുക. ഉച്ചയ്ക്ക് 2:30 വരെയാണ് പൊതുദർശനത്തിലുള്ള സമയം. VS ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. VS ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ഇതേ മുദ്രാവാക്യമുണ്ടായിരുന്നു. വഴിയോരങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യർ സഖാവിനെ കാത്ത് ഇതിനകം തന്നെ നിൽപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 2:30ക്കാണ് ദർബാർ ഹാളിൽ നിന്ന് ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര പോവുക. പക്ഷേ ഒരു വിലാപയാത്രയ്ക്ക് സമാനമായ വിധത്തിലാണ് ഇപ്പോൾ ഈ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തമ്പുരാൻമുക്കിലുള്ള വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ വാഹനം കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരപോരാളിക്ക് വിട ചൊല്ലാൻ ഒരു നാട് മുഴുവൻ വഴിയോരങ്ങളിൽ കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ സാവധാനമാണ് വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് വാഹനം വളരെ സാവധാനം പോകുന്നു. വഴിയരികിൽ കാത്തുനിൽക്കുന്നവർ VSന് സമരഭരിതമായ ജീവിതത്തിന് വിട നൽകാൻ കാത്തുനിൽക്കുകയാണ്. ഒരു സമരകാലം അവസാനിക്കുമ്പോൾ, ഒരു വിപ്ലവ സൂര്യൻ വിടവാങ്ങുമ്പോൾ വളരെ സാവധാനം കേരളം പ്രിയപ്പെട്ട VSന് അന്ത്യയാത്രാമൊഴി ചൊല്ലുന്നു. കണ്ണേ കരളെ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച്